മാംഗല്യം. രചനാവതരണം നന്ദു അച്ചുകൃഷ്ണ. ഒരുറക്കം ഞെട്ടി കണ്ണു തുറന്നു നോക്കിയവൾ അടുത്തു കിടന്ന കുഞ്ഞിനായി പരതി. അവിടെ ആരെയും കാണാഞ്ഞതും അവൾ ചാടി പിരണ്ട് എഴുന്നേറ്റു. കണ്ണുകൾ വേഗം ചുവരിലെ ക്ലോക്കിനെ തേടിപ്പോയി. മണി 5 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ നേരം ഇത് കുഞ്ഞിനെയും കൊണ്ട്? വെപ്രാളപ്പെട്ട് എഴുന്നേറ്റതുകൊണ്ടാവും തലയൊന്ന് മിന്നി. പിന്നിലേക്ക് പോകുമെന്ന് തോന്നിയ നിമിഷം പെട്ടെന്ന് ഇടതു കൈ കൊണ്ട് സൈഡിൽ പിടിച്ചു നിന്നു. 1-2 നിമിഷം വേണ്ടിവന്നു മുന്നിലെ കാഴ്ച തെളിയാൻ. കാല് ശരിക്കും നിലത്തുറച്ചു എന്ന് തോന്നിയ നിമിഷം അവൾ വേഗം ഹാളിലേക്ക് ഓടി. അവിടെയും ആരെ കാണാതെ വന്നതും അവൾ ഭയന്നു. തൊട്ടടുത്ത നിമിഷം ഇനി തൻ്റെ കൂടെ കിടക്കാൻ വയ്യാഞ്ഞിട്ട് മോളുമായി തൻ്റെ മുറിയിൽ പോയി കിടന്നോ എന്ന ചിന്തയിൽ ആ വാതിൽ കൂടി തുറന്നതും അവൾ ആകെ തകർന്നുപോയി. ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടയ്ക്കാതെ തന്നെ മുന്നിലേക്ക് എത്തിയപ്പോൾ മനസ്സിലായി, വാതിൽ ചേർത്തടച്ചിട്ടില്ലെന്നേ ഉള്ളൂ, കുറ്റിയിട്ടിട്ടില്ലെന്ന്. പുറത്ത് കാറും കൂടി കാണില്ല എന്ന് ഉറപ്പോടെയാണ് വാതിൽ തുറന്നതെങ്കിലും അതവിടെ കാണാതായതും അവള് വിങ്ങിക്കരഞ്ഞുപോയി. മോൾക്ക് വയ്യാഴിക കൂടി അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണും എന്ന് ഇതിനോടകം തന്നെ അവൾ ഉറപ്പിച്ചു. പക്ഷേ അവനോട് വാശി പിടിച്ച് കുഞ്ഞിനെ തനിയെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു താൻ ആ കുഞ്ഞിനെ തന്റെ അരികിൽ നിന്ന് കൊണ്ടുപോയിട്ടും അറിഞ്ഞില്ലല്ലോ എന്നൊരു ചിന്ത വന്നതും പെണ്ണ് വെറും നിലത്തേക്ക് പടച്ചിരുന്നു. കുറെ നേരം ആർത്തു കരഞ്ഞ് മനസ്സിലെ വിങ്ങൽ അല്പം അടങ്ങിയെന്ന് തോന്നിയപ്പോഴാണ് അവൾ വേഗം ഹാളിലേക്ക് ചെന്ന് ഫോൺ എടുക്കുന്നത്. ഒന്നാമത്തെ റിങ് പൂർണ്ണമായി അടിച്ചു തീർന്ന പോലെ അറിയും മുന്നേ അവിടെ നിന്നും തളർന്നൊരു ഹലോ കേട്ടിരുന്നു. നന്ദേട്ടാ, മോള്. വയ്യ പെണ്ണെ നിനക്ക്? അതോ നീ കരഞ്ഞോടി? എടുത്തപ്പോൾ തന്നെ വിങ്ങിപ്പൊട്ടിയ പോലുള്ള അവളുടെ ശബ്ദം തിരിച്ചറിയാൻ എന്നോണം അവൻ ചോദിച്ചതും പെണ്ണ് ഏങ്ങിക്കരഞ്ഞിരുന്നു. കണ്ണേ, എന്താ പെണ്ണേ? ഒബ്സർവേഷൻ ബെഡിൽ സുഖമായി കിടന്നുറങ്ങുന്ന മോളെ നോക്കിക്കൊണ്ട് അവന്റെ മിഴികൾ ഫോണിലേക്ക് പോയി. ഒപ്പം അവളെ മനസ്സിലാകുന്ന പോലെ അവന്റെ ശബ്ദവും ആർദ്രമായി. വാശി പിടിച്ച് മോളെ നോക്കാമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയതുപോലും ഞാൻ അറിഞ്ഞില്ലല്ലോ നന്ദേട്ടാ. പറയുന്നതിനൊപ്പം തന്നെ ആർത്തു കരയുന്നവളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്നറിയാതെ ചൂണ്ടുവിരലും തള്ളവിരലും വെച്ച് ഹരി തലയൊന്ന് അമർത്തി പിടിച്ചു. നന്ദേട്ടാ, എന്റെ മോള്, ഞാൻ ഉറങ്ങിപ്പോയി. നന്ദേട്ടൻ അടുത്തില്ലായിരുന്നെങ്കിൽ. വീണ്ടും വീണ്ടും പത പറഞ്ഞ് കരയുന്നവളെ കേട്ടതും ഹരിക്ക് അവളോട് വല്ലാത്ത പാവം തോന്നി. ഇങ്ങനെ കരയല്ലേ പെണ്ണെ, കുഞ്ഞിനൊന്നുമില്ല. ഒന്നുമില്ലഞ്ഞിട്ടാണോ എന്റെ കുഞ്ഞിനെ എടുത്ത് ഹോസ്പിറ്റലിൽ പോയത്? നിമിഷം കൊണ്ടാണ് പെണ്ണ് ഭദ്രകാളിയായത്. അങ്ങനല്ല കണ്ണേ, രാത്രി നോക്കുമ്പോൾ മോക്ക് ചെറുതല്ലാത്ത രീതിയിൽ ഒരു മേലുകാച്ചിൽ. എങ്കിൽ പിന്നെ വെച്ചുകൊണ്ടിരിക്കണ്ടെന്ന് കരുതി ഞാൻ കൊണ്ടുവന്നതാണ്. അല്ലാതെ വലിയ പ്രശ്നമൊന്നുമില്ല എന്റെ കുഞ്ഞേ. അത്രയും സമാധാനത്തോടെ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയേ പറ്റൂ എന്ന രീതിയിലുള്ള അവന്റെ സംസാരം കേട്ടതും അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് നിന്നില്ല. അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നെങ്കിൽ നന്ദേട്ടൻ എന്താ എന്നെ വിളിക്കാഞ്ഞേ? എന്റെ മോളെ എന്നെ കൂട്ടാതെ കൊണ്ടുപോയില്ലേ ദുഷ്ടാ? പെണ്ണിന് സങ്കടം അങ്ങോട്ട് തീരുന്നുണ്ടായിരുന്നില്ല. വേദനയുടെ ഗുളികയ്ക്ക് ചെറിയൊരു സെഡേഷൻ ഉള്ളതുകൊണ്ട് അവൾ ഒന്നും അറിയാതെ ഉറങ്ങിപ്പോയതാണെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വിളിക്കാതെ പോന്നതും. പക്ഷെ അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ പോലുമുള്ള ഇടം തരാതെ സ്വയം ചെയ്ത അപരാധത്തിന്റെ കഥ ഏറ്റുപറഞ്ഞ് കരയുന്നവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചു നിന്നുപോയി ഹരി. നന്ദേട്ടാ, എന്റെ മോളിപ്പോ. അവളിപ്പോ നല്ല ഉറക്കവാ കണ്ണേ. വായ അല്പം തുറന്ന് ശ്വാസമെടുക്കുന്ന ചെറിയൊരു ശബ്ദത്തോടെ നല്ല ഉറക്കത്തിൽ കിടക്കുന്ന മോളെ നോക്കിക്കൊണ്ട് അവൻ തെല്ലൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. ഉറങ്ങുകയാണെങ്കിൽ പിന്നെ ഇതിന് അവിടെ നിൽക്കുന്നേ? കുഞ്ഞിനെ കൊണ്ട് വന്നുകൂടെ? ഒരു സെക്കൻഡ് വേണ്ടി വന്നില്ല അവളുടെ ശബ്ദം പിന്നെയും മാറാൻ. അത് കേട്ടതും പിന്നെയും പെണ്ണിന്റെ മൂഡ് മാറാൻ തുടങ്ങിയെന്ന് മനസ്സിലായവൻ തലയൊന്ന് വെട്ടിച്ചു. കണ്ണേ, എന്തിനാപ്പോ ഈ ദേഷ്യം? ഞാൻ പറഞ്ഞില്ലേ അവക്കൊന്നുമില്ലെന്ന്. ഇതിപ്പോ കൊണ്ടുവന്ന സ്ഥിതിക്ക് ഇത്ര മണിക്കൂർ ഒബ്സർവേഷനിൽ കിടക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം മോളെ ഇവിടെ കിടത്തിയിരിക്കുക. ഒപ്പം കുഞ്ഞ് നല്ല ഉറക്കവുമായി. അതിനിടയിൽ വാരി വലിച്ചെടുത്ത് മോളെ കൊണ്ടുവന്നിട്ട് അവൾ കരഞ്ഞ് വല്ലതും പനി കൂടിയാൽ? അവളുടെ നെഞ്ചു തുളയും പോലെ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചതും, അയ്യോ വേണ്ട വേണ്ട, പൊന്നുറങ്ങിക്കോട്ടെ. നന്ദേട്ടൻ ഇനി അടുത്ത് ഉറക്കം മുറിഞ്ഞാൽ അവൾ വല്ലാതെ കരയും. വേണ്ട, എന്റെ കുഞ്ഞ് ഉറങ്ങിക്കോട്ടെ. ആ നിമിഷം വരെ കുഞ്ഞിനു വേണ്ടി വാശി പിടിച്ചിരുന്നവളാണ് ഒറ്റ നിമിഷം കൊണ്ട് കുഞ്ഞിനു വേണ്ടി തന്നെ അവളുടെ അമ്മ മാത്രമായി മാറിയത്. അവൾ അങ്ങനെ പറയൂ എന്ന് ഉറപ്പുണ്ടായിട്ടും പെണ്ണിന്റെ നാവിൽ നിന്നത് കേൾക്കെ ഹരിയുടെ ചുണ്ടൊന്ന് വിടർന്നു. തന്റെ മകളെ തന്നെക്കാൾ സ്നേഹിക്കുന്നവൾ. കണ്ണേ, ഐ ലവ് യു. ഹൃദയം നിറഞ്ഞു തുളുമ്പിയ പോലെ അവന്റെ നാവിൽ നിന്നത് കേൾക്കെ കണ്ണീരിനിടയിലും പെണ്ണിന്റെ മുഖം ചുവന്നുപോയി. കട്ടിലിൽ വന്ന് കിടക്കുമ്പോൾ മനസ്സ് അസ്വസ്ഥമായിരുന്നെങ്കിലും എവിടെയൊക്കെയോ പൂത്തു തളർക്കാൻ തുടങ്ങിയ ഒരു ചെറിയ നാമ്പുകളെ അവളെ ലജ്ജിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇഷ്ടാണെന്ന് തന്നെ നന്ദേട്ടന്. അതോർക്കെ തന്നെ അവൾ തലയിണയിലേക്ക് മുഖം അമർത്തി. എന്തോ വല്ലാത്തൊരു നാണം വന്ന് മൂടുന്നു. ആ നേരമാണ് മനസ്സിലേക്ക് കുഞ്ഞുമോളുടെ മുഖം വന്നത്. അത്രയും നേരമുണ്ടായിരുന്ന സന്തോഷം മാറി അവളുടെ കണ്ണു നിറഞ്ഞു. എന്റെ മോള്,
അവക്ക് ശരിക്കും പനി കുറഞ്ഞിട്ടുണ്ടാവുമോ? അതോ ഇനി ഞാൻ സങ്കടപ്പെടേണ്ടെന്ന് കരുതി നന്ദേട്ടൻ കള്ളം പറയാണോ? എങ്കില് വെപ്രാളത്തോടെ പെണ്ണ് പിന്നെയും പിടഞ്ഞെഴുന്നേറ്റു. ഇനി അല്പം പോലും കിടക്കാൻ പറ്റില്ല എന്ന് തോന്നിയവൾ വേഗം പോയി കുളിച്ചു വന്നു. രാവിലെ എത്തും എന്നുള്ള ഹരിയുടെ വാക്കിൽ വിശ്വസിച്ച് വേഗം ആഹാരം ഉണ്ടാക്കി തീരുമ്പോഴാണ് പിന്നിലൊരു നിഴലനക്കം അറിയുന്നത്. അതറിഞ്ഞ പോലെ കാപ്പി എടുത്ത് മുന്നിലേക്ക് നീട്ടുമ്പോൾ, രാത്രി മോൾക്ക് വയ്യാതായി അവൻ കൊണ്ടുപോയി അല്ലേ? ഞാൻ അറിഞ്ഞല്ല അച്ഛാ. മോൾ എന്താ കൂടെ പോകാഞ്ഞേ എന്നൊരു ചോദ്യം പ്രതീക്ഷിച്ചിട്ടും അവിടെ നിന്നും അത് വരുന്നില്ല എന്ന് കണ്ട് അവൾ അങ്ങോട്ട് കയറി പറഞ്ഞു. ഇന്നലെ നിനക്കും വയ്യായിരുന്നല്ലോ കുഞ്ഞെ. ഒപ്പം ഗുളികയും കഴിച്ചു. അപ്പൊ പിന്നെ നീ ഉറങ്ങിപ്പോയതിന് എന്താ കൊച്ചേ കുഴപ്പം? അവളെ തലയിൽ പിടിച്ച് ഒന്ന് മനോഹരമായി പുഞ്ചിരിക്കുന്ന അച്ഛനെ കണ്ടതും അവളുടെ കണ്ണു നിറഞ്ഞു. തന്നെ ഇത്രയും സ്നേഹിക്കുന്നൊരു കുടുംബം, ഇന്ന് വരെ അറിയാത്ത കരുതലാണ് ഇവർ ഓരോരുത്തരും വെച്ച് നീട്ടുന്നത്. ഇപ്പൊ പിന്നെ മനസ്സിലേക്ക് ഓടിയെത്തിയ ഓർമ്മ നിമിഷം കൊണ്ടാണ് പെണ്ണിന്റെ കണ്ണിൽ പുഞ്ചിരിയായി വിരിഞ്ഞത്. ഞാൻ ഹരിയെ വിളിച്ചിരുന്നു. ഡോക്ടർ വന്ന് നോക്കിയിട്ട് കുഞ്ഞുമായി വരാമെന്നാ പറഞ്ഞേ. ആണോ? ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ എടുത്തില്ല. പെണ്ണിന്റെ മുഖം ചുരുങ്ങി. ആകെ ബഹളമല്ലേ മോളെ അവിടെ. ചിലപ്പോ കേട്ട് കാണില്ല. എന്തായാലും മോള് കുഞ്ഞിനുള്ളതാക്കി വെക്ക്. വന്നു കയറി കഴിഞ്ഞാൽ പിന്നെ പിന്നെ നിന്റെ കയ്യിൽ നിന്ന് മാറാൻ വഴിയില്ല. മാറണ്ട, ഞാനും കൊടുക്കില്ല ഹരിയേട്ടന്. എന്റെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ പോലും എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞില്ല. ഒരല്പം മുന്നേ ആരോടാണോ പ്രണയം തുളുമ്പിരുന്നത് അവനോട് തന്നെ പരിഭവിച്ചുകൊണ്ട് പെണ്ണ് മുഖം വീർപ്പിച്ചു. അതും കണ്ട് ആ കവിളിലും തട്ടിയാണ് അദ്ദേഹം പുറത്തേക്കിറങ്ങിയത്. ഇത്തിരി നേരം കഴിഞ്ഞില്ല ഹരിയുടെ കാർ ഗേറ്റ് കടന്നു വന്നു. ആ ഒരു ശബ്ദം മാത്രം കാതുകൂർപ്പിച്ച് നോക്കിയിരുന്നവൾ അവൻ വണ്ടിയെത്തും മുന്നേ തന്നെ കാറിന് മുന്നിലെത്തിയിരുന്നു. പൊന്നെന്തേ നന്ദേട്ടാ? ചോദിക്കുന്നതിനോടൊപ്പം തന്നെ സൈഡ് സീറ്റ് തുറന്ന് ചാടി കിടത്തിയിരുന്ന മോളെ അവൾ വലിച്ചു വരി എടുത്തു. എന്റെ പൊന്നിന് ഉവ്വായോടാ, എന്റെ കുഞ്ഞിന് ഒട്ടും മേലെ ചക്കരെ. കരഞ്ഞുകൊണ്ട് അവളുടെ മുഖമാകെ ചുംബിച്ച് ചോദിക്കുന്നവളുടെ വാക്കുകൾ പലതും പകുതിയിലധികം മുറിഞ്ഞാണ് പുറത്തേക്ക് വന്നത്. ഒന്നുമില്ല കണ്ണു, നാ സ്ട്രോങ്ങാ. പറയുമ്പോൾ നാവ് കുഴയുന്നുണ്ടായിരുന്നെങ്കിലും അവളുടെ കണ്ണീര് തുടച്ചുകൊണ്ട് ചിരിക്കാൻ ശ്രമിക്കുന്ന കുഞ്ഞിനെ കണ്ട് ഹരി അവർക്കരികിലേക്ക് ചെന്നു. ഇങ്ങോട്ട് വരുമ്പോഴേ ഹരി കുഞ്ഞിനോട് പറഞ്ഞിരുന്നു, മോള് സങ്കടം കാണിച്ചാൽ മോളുടെ കണ്ണ് കരയുമെന്ന്. അത് ഓർമ്മയിലിരിക്കും പോലെ കുഞ്ഞിപ്പെണ്ണ് അവളുടെ കണ്ണിനെ സമാധാനിപ്പിക്കുന്ന കണ്ടതും ഹരി അടുത്തേക്ക് വന്ന് ഇരുവരെയും ഒരുപോലെ തോളോട് ചേർത്ത് പിടിച്ചു. നിനക്ക് എന്താ പെണ്ണേ, മോള് പറഞ്ഞില്ലേ അവക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. ഇനിയിപ്പൊ നീ കരഞ്ഞൂവി ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്റെ മോളെ സങ്കടപ്പെടുത്തുമോ? അവളുടെ മൂക്കിൻ തുമ്പിൽ ഒന്ന് പിടിച്ച് അവൻ കളി പറയാൻ നോക്കിയതും പെണ്ണ് ആ കൈ തട്ടിമാറ്റി അവനെ ദേഷ്യത്തോടെ നോക്കി. അല്പം മുന്നേ പോലും കരഞ്ഞു നിന്നവളുടെ പെട്ടെന്നുള്ള മാറ്റത്തിൽ ഹരിയുടെ കണ്ണൊന്ന് പിരണ്ടു. നന്ദേട്ടൻ ഒന്നും പറയണ്ട, ഒക്കെ നന്ദേട്ടൻ കാരണമാണ്. ഇന്നലെ ഞാനും അച്ഛനും ആവത് പറഞ്ഞാണ് അച്ഛനോടും മോളോടും മഴയത്ത് കളിക്കരുന്ന്. കുഞ്ഞു പോട്ടെ, നന്ദേട്ടനെങ്കിലും ഒരു ഇച്ചിരി അനുസരണയുണ്ടോ? എന്നിട്ടിപ്പൊ എന്റെ കുഞ്ഞിന് പനിയാക്കിയിട്ട് വന്നിരിക്കുന്നു. മിണ്ടില്ല ഞാൻ നന്ദേട്ടനോട്. മാറങ്ങോട്ട്. ഇടം കൈ കൊണ്ട് അവന്റെ വയറ്റിലൊന്ന് കുത്തി പിണങ്ങിപ്പോകുന്നവളെ കണ്ട് ഹരി അന്തിച്ച് നോക്കി നിന്നുപോയി. കാര്യം പെണ്ണ് വഴക്കും പിണക്കും ഒക്കെ ഉണ്ടാക്കുമെന്നറിയാമായിരുന്നെങ്കിലും ഒപ്പം ദേഹോപദ്രവം കൂടി ഉണ്ടാകുമെന്ന് അറിഞ്ഞില്ല. ഇടികിട്ടിയ വയറ്റിലൊന്ന് തടവിക്കൊണ്ട് അവൻ അവർക്ക് പിന്നാലെ കയറി. അകത്ത് ചെന്നതും അടുക്കളയിലെ ആകെ കലപില കൂടിയ ബഹളത്തിലേക്ക് അവൻ പോകാതെ നേരെ മുറിയിലേക്ക് പോയി. ഇതേ സമയം മോളെ ചൂടുവെള്ളത്തിലൊന്ന് നനച്ചുടച്ച് അവൾക്ക് ദോശ കൊടുക്കുകയായിരുന്നു കൺമണി. വായിക്ക് രുചിയില്ലാത്തത് കൊണ്ടാവും ഇത്തിരി കൊടുത്തപ്പോഴേ കുഞ്ഞ് പിണങ്ങാൻ തുടങ്ങി. അവസാനം കൊഞ്ചിച്ചും കരഞ്ഞു കാണിച്ചും പരിഭവിച്ചുമൊക്കെ എങ്ങനെയോ ഒരു ദോശ അവള് കഴിപ്പിച്ചു. അപ്പോഴേക്കും മരുന്നിന്റെ സെഡേഷനാവും കുഞ്ഞ് തോളിൽ കിടന്ന് അപ്പൊ തന്നെ മയങ്ങി. അവൾ കുഞ്ഞുമായി മുറിയിലേക്ക് ചെന്നു. അകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് കുളിച്ചു വന്ന വഴി തന്നെ കട്ടിലേക്ക് കമിഴ്ന്നു കിടക്കുന്നവനെയാണ്. കുഞ്ഞിനെ നോക്കുമ്പോഴും ഈ നേരം വരെ ആളെ തേടിയിരുന്ന മനസ്സിന് അവനെ കണ്ടതും ഹൃദയം ഒന്ന് തുളുമ്പി. താൻ ഇനിയും വഴക്കു പറയുമെന്ന് പേടിച്ചാകും അവൻ തന്നെ തേടി വരാഞ്ഞത് എന്ന് പരിഭവിച്ചിരുന്ന മനസ്സിന് അവന്റെ ആ കിടപ്പ് കണ്ട് പാവം തോന്നി. എന്റെ നന്ദേട്ടൻ. അരികിലായി കിടന്ന കുഞ്ഞിനെ നോക്കിക്കൊണ്ട് തന്നെ അവൾ അല്പം കുനിഞ്ഞവന്റെ നെറ്റിയിൽ മെല്ലെ ഒന്ന് ചുണ്ടുമുട്ടിച്ചു. അപ്പോ അടുത്ത ഭാഗവുമായിട്ട് വേഗത്തിൽ കാണാമേ. കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. നന്ദി.